രഞ്ജിത്ത് തുടരാം. ദിവ്യ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗത്തുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. തങ്ങളുടെ മണ്ണിൽ കയറി ആക്രമിക്കാനുള്ള രീതിയിലാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല തകർത്തത്. പക്ഷേ അപ്പോഴും ഇന്ത്യക്ക് കൊടുക്കാൻ ഒരുപാട് മറുപടി ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു. രഹസ്യ നിരീക്ഷണം ഉണ്ടായിരുന്നു. നമ്മുടെ സംവിധാനങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിയിരുന്നു. ഡ്രോൺ പോലെയുള്ള ഒരു വിമാനം, അത് ഈ പറഞ്ഞതുപോലെ ഡ്രോൺസും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഈ ഡ്രോൺ ഉപയോഗിച്ചിരുന്നത് കാർഗിൽ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഈ ഇത്തരം പ്രധാനപ്പെട്ട വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ആക്രമണത്തിന് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം എടുത്തുകൊണ്ട് പരമാവധി ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക, പാകിസ്ഥാൻ അത്രത്തോളം തിരിച്ചു നൽകുക എന്ന കൃത്യമായ ആസൂത്രണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. അതിന് പ്രധാനമന്ത്രിയുടെ സമ്മതമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നിരീക്ഷണം ഉണ്ടായിരുന്നു. ശ്രീ ടി പി ശ്രീനിവാസൻ, അതിർത്തി കടന്ന് പാക് അധീന കശ്മീർ മാത്രമല്ല അതിലും അപ്പുറത്തേക്ക് ആക്രമണം നടത്താൻ ഇന്ത്യ കരുത്തുറ്റതാണ് എന്ന് കൂടി ഇതിലൂടെ വ്യക്തമാവുകയാണോ? ഏത് രീതിയിൽ വിലയിരുത്താം ഇന്ത്യയുടെ ആക്രമണത്തെ? രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ ഒരു ആക്രമണവുമായി ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അവരുടെ ചില കെട്ടിടങ്ങൾ തകർത്തു. അവർ ഈ ആക്രമണം സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴും തങ്ങളുടെ ഭാഗത്ത് തങ്ങളുടെ മണ്ണിൽ കയറിയാണ് ഇന്ത്യ ആക്രമിച്ചത്. അത് സിംല കരാറിന്റെ ലംഘനമാണ് എന്ന രീതിയിലുള്ള വാദഗതികളായിരിക്കും ഇനി വരും മണിക്കൂറുകൾ അവർ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമാണ്. നേരത്തെ TJ ശ്രീലാൽ പറഞ്ഞതുപോലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും BJP സർക്കാരിന് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് മറുപടി കൊടുക്കേണ്ടി വരും. വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തികളിൽ കൂടി തങ്ങൾ ഈ കാര്യങ്ങൾ സാധിപ്പിക്കും എന്ന് ബോധ്യപ്പെടുത്തേണ്ട പശ്ചാത്തലം കൂടി സർക്കാരിനുണ്ട്. പലപ്പോഴും കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും അടക്കം തിരിച്ചടി നൽകും എന്ന് പറയുമ്പോഴും എവിടെ തിരിച്ചടി എന്ന് മറ്റ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് മാത്രം പോരാ, പ്രവർത്തിച്ചു കാണിക്കണം എന്ന് പ്രധാനപ്പെട്ട BJP നേതാക്കൾ അടക്കം ആവശ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു. കനത്ത തിരിച്ചടി പാകിസ്ഥാൻ നൽകിക്കൊണ്ട് ഏതാണ്ട് 300ഓളം പേരെ കൊന്നു എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്തകൾ. 300ഓളം ഭീകരരെ കൊന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നു. ഇപ്പോൾ അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി യോഗം വിളിച്ചിരിക്കുന്നു. എന്താണ് സാഹചര്യം എന്നത് വിലയിരുത്തുക, പാക് സേനയുടെ അടക്കം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ അടക്കം യോഗം വിളിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അമ്പരപ്പിക്കുന്ന ഒരു കാര്യമായി പോയി. ഇത്ര പെട്ടെന്ന് ഇന്ത്യ ഇത്തരത്തിലൊരു ധൈര്യം കാട്ടും, തങ്ങളുടെ അതിർത്തിയിൽ കടന്നു കയറി ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നടത്താൻ ധൈര്യം കാട്ടുമെന്ന സൂചന പോലും പാകിസ്ഥാനിലായിരുന്നു. അവർ പേടിച്ചിരുന്നു. ഇന്നലെയൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനൊക്കെ പല ഘട്ടത്തിലും ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ തങ്ങൾക്ക് നടപടിയെടുക്കാൻ അനുവദിക്കൂ, ഭീകര കേന്ദ്രങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്ത് തങ്ങളെ അനുവദിക്കൂ എന്ന രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ അത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇത്തരത്തിൽ ശക്തമായി ഈ 1000ഓളം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് 12ഓളം മിറാഷ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഒപ്പം ഡ്രോണിന്റെ പിന്തുണയോടുകൂടി ആസൂത്രിതമായി ഈ ആക്രമണം ഇത്ര പെട്ടെന്ന് ഉണ്ടാകും എന്ന രീതിയിലുള്ള സൂചനകൾ പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. അവരാദ്യം ഒന്ന് പകച്ചു. ഇതിന്റെ ഭാഗമായാണ് ആദ്യം തന്നെ ഇവർ വിവരം പുറത്തുവിടുന്നത്. ഇവർ പറഞ്ഞത് ഇന്ത്യ തങ്ങളുടെ അതിർത്തി കടന്നു, ഇന്ത്യയുടെ വിമാനങ്ങൾ തങ്ങൾ തിരിച്ചടിച്ചു, വിമാനങ്ങൾ തിരിച്ചുപോയി എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമാണ് ഇന്ത്യയുടെ 12 വിമാനങ്ങളും തിരിച്ചുപോയത്. ഈ ഡ്രോൺ പോലെയുള്ള വിമാനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത്രത്തോളം ഇന്ത്യയുടെ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് പാക് മണ്ണിൽ കടന്ന് ചെല്ലണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ആധുനികമാണ് നമ്മുടെ സംവിധാനം. നമുക്ക് പാകിസ്ഥാനെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കും. ഈ സമാധാനം ആഗ്രഹിക്കുന്നതിനപ്പുറം നമുക്ക് തിരിച്ചടി ഉണ്ടായാൽ നമ്മൾ കൃത്യമായി പകരം ചോദിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ, ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കാനുള്ള സുവർണാവസരം കൂടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇനിയും തിരിച്ചടി ഉണ്ടാകും എന്ന സൂചനകൾ ചില സൈനിക വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ഇനി പ്രധാനമന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും, സൈനിക വൃത്തങ്ങൾ മാധ്യമങ്ങളെ കാണും. അപ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം എങ്ങനെ നടപ്പിലാക്കി, എത്രത്തോളം കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ സാധിച്ചു, ഭീകര കേന്ദ്രങ്ങൾ എത്രത്തോളം തകർക്കാൻ സാധിച്ചു എന്ന കാര്യങ്ങൾ കൃത്യമായ ഒരു വിവരം വരുന്നുള്ളൂ.
ഏതായാലും പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഫോറിൻ മിനിസ്റ്റർ ഷാ മുഹമ്മദ് ഖുറേഷി വിദേശകാര്യമന്ത്രി അവിടെ യോഗം വിളിച്ചിരിക്കുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അടക്കമായ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നു. പാക് പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ആക്രമണം നടന്നു, തങ്ങളുടെ ഭാഗത്തോ തങ്ങളുടെ മണ്ണിൽ കയറി ഇന്ത്യ ആക്രമിച്ചു എന്ന രീതിയിൽ സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇതിൽ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകാൻ തന്നെയാണോ സാധ്യത? അങ്ങനെയാണ്. പ്രധാനമന്ത്രിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇന്നലെ നമുക്കറിയാം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി റൈസിംഗ് ഇന്ത്യ പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് മടങ്ങിപ്പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. സ്വാഭാവികമായും പ്രധാനമന്ത്രി അറിയാതെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകില്ല. ഈ ആക്രമണം തിരിച്ചടിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ആവശ്യമായിരുന്നു. അദ്ദേഹം പലതവണ തിരിച്ചടിക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തെ കൃത്യമായ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. അതിനുള്ള പൂർണ്ണ പിന്തുണ സൈന്യത്തിന് പൂർണ്ണമായും നിങ്ങൾ ചെയ്തോളൂ, പാകിസ്ഥാനെ നിങ്ങൾ ആക്രമിച്ചോളൂ, പാകിസ്ഥാന്റെ ഭീകരകേന്ദ്രങ്ങൾ തകർത്തോളൂ, കേന്ദ്രത്തിന്റെ പിന്തുണ ഉണ്ടാകും, സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകും, ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന സന്ദേശം കൃത്യമായി സൈന്യത്തിന് നൽകിയിരുന്നു. പൂർണ്ണമായ അധികാരവും അതിന് നൽകിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ എത്രത്തോളം ഈ ഭീകരകേന്ദ്രങ്ങൾ തകർക്കാനായി, എത്ര ഭീകരരെ വധിക്കാനായി എന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി കൈമാറി കഴിഞ്ഞു. അരുൺ ജെയ്റ്റ്ലിയും നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രിയെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിൽ ഗൗരവമായ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നു. ഇനി ഏത് രീതിയിൽ വേണം ഈ വിഷയത്തെ അന്തർദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യാൻ എന്ന് തന്നെയാകും പ്രധാനപ്പെട്ട ഒരു കടമ്പ നമുക്ക് മുന്നിൽ. കാരണം പാകിസ്ഥാന്റെ മണ്ണിൽ കയറിയാണ് നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കാര്യങ്ങൾ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ, UN അടക്കമുള്ള സംഘടനകൾക്ക് മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരും. അതിനുള്ള ശ്രമം നടക്കുന്നു. സൈന്യത്തിന്റെ പക്കൽ ഭീകര കേന്ദ്രങ്ങൾ തന്നെയാണ് ആക്രമിച്ചത് എന്ന രീതിയിൽ തെളിവുകൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചന. അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് ചിത്രങ്ങൾ അടക്കം എടുക്കാൻ പറ്റുന്ന വിമാനങ്ങൾ ആണ് നമ്മൾ ആക്രമണത്തിന് വിട്ടത്. അത്തരത്തിൽ വളരെ ആധുനിക സജ്ജീകരണങ്ങളുള്ള സംവിധാനം നമുക്കുണ്ട്. അത് ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. വളരെ രീതിയിൽ നേരത്തെയുള്ള സർജിക്കൽ സ്ട്രൈക്കിനെ ഒക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ അതിന്റെ എത്രയോ ഇരട്ടി ശക്തിയിൽ പാകിസ്ഥാൻ നമ്മൾ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാവിലെ. ദിവ്യ, പക്ഷേ അതിലപ്പുറം രഞ്ജിത്ത്, നേരത്തെ പാക് സൈനിക വക്താവ് പറഞ്ഞതുപോലെ ഇന്നുണ്ടായ ആക്രമണം സിംല കരാർ ലംഘനമാണ്. അതിലപ്പുറം പാക് അധീന കശ്മീർ മാത്രമല്ല, പാക് മണ്ണിലേക്കുള്ള ഇന്ത്യയുടെ കടന്നാക്രമണം എന്ന തരത്തിലടക്കം പാകിസ്ഥാൻ ഈ ഒരു ആക്രമണത്തെ നേരിടാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിനടക്കം ഇന്ത്യ മറുപടി നൽകേണ്ടതായി വരില്ലേ? തീർച്ചയായും ദിവ്യ, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ, നമുക്കറിയാം, ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്ത് പാക് അധിനിവേശ കാശ്മീർ, പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മണ്ണ്, അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിലൊക്കെ എത്രയോ പടി കടന്ന് പാകിസ്ഥാന്റെ മണ്ണിലുള്ള, കൃത്യമായി പാകിസ്ഥാനിൽ തന്നെയുള്ള ബലാക്കോട്ട് പോലെയുള്ള സ്ഥലങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോകുമ്പോൾ അത് ഏറ്റവും വലിയ ഗൗരവതരമായ ഒരു ആക്രമണം തന്നെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും ട്വിറ്ററിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം ഈ സൈന്യത്തെ അഭിനന്ദിച്ച് തന്നെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അത് ലോകരാജ്യങ്ങളെ ധരിപ്പിക്കുക, എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തേണ്ടി വന്നു, നമ്മൾ അതിനുള്ള നിർബന്ധിതരായ ഘട്ടം എന്താണ്, ഓരോ നിമിഷവും നമ്മുടെ മണ്ണിൽ, കശ്മീരിന്റെ മണ്ണിൽ നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നു. ഈ വളരെ പ്രധാനപ്പെട്ട പുൽവാമ പോലെ ഭീകരാക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് 40ഓളം വിലപ്പെട്ട ജീവനുകളാണ്. ഇതൊക്കെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ കഴിഞ്ഞ കുറെ നാളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പരിപൂർണ്ണ പിന്തുണ, ചൈന പോലെയുള്ള പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ ഒഴിച്ച് ബാക്കി പൂർണ്ണമായ പിന്തുണ നമുക്ക് നേടാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ആക്രമണം ഇത്തരത്തിൽ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സിംല കരാർ അടക്കമുള്ളത് ഉള്ളപ്പോൾ, UN പോലെയുള്ള ശക്തമായ ഒരു സംഘടന ഉള്ളപ്പോൾ അവരെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം നമുക്കുണ്ട്. അതിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോവുക. അതിനുള്ള നീക്കമായിരിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം നടത്താൻ പോവുക. അതിനുള്ള ശ്രമങ്ങൾ ഇനിയുള്ള മണിക്കൂർ ഉണ്ടാകും. ഈ വിദേശകാര്യമന്ത്രി അടക്കം, ഇപ്പോൾ പ്രതിരോധ മന്ത്രി അടക്കം അല്പസമയത്തിനകം വാർത്താ സമ്മേളനം വിളിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും ഈ ആക്രമണത്തിനുണ്ട് എന്ന രീതിയിൽ അദ്ദേഹത്തെ ട്വിറ്റർ പോസ്റ്റും പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വളരെ ഭംഗിയായി നിർവഹിച്ച ശേഷം നമ്മുടെ വിമാനങ്ങൾ തിരിച്ച് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞു. യാതൊരു നാശനഷ്ടവും നമ്മുടെ ഭാഗത്ത് നമുക്കുണ്ടായിട്ടില്ല. പൂർണ്ണമായും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്ന കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് സൈനിക വൃത്തങ്ങൾ ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. പക്ഷേ ഈ ആക്രമണം എങ്ങനെ ആസൂത്രണം ചെയ്തു, അതെങ്ങനെ നടപ്പിലാക്കി എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ കൃത്യമായ വിശദാംശങ്ങൾ സൈന്യത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാകും. അതിന് ഒരുപാട് മണിക്കൂർ കാത്തിരിക്കേണ്ടി വരികയുമില്ല. ദിവ്യ.